ഹലോ ഗൈസ്. അപ്പോൾ പടം കണ്ടു. ഖലീഫ ഇടിപ്പടം, വൈശാഖിൻ്റെ ഒരു ഇടിപ്പടം. പക്ഷേ അല്ല, പൃഥ്വിരാജിൻ്റെ, വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജിൻ്റെ ഒരു ഇടിപ്പടം, അടിപൊളി ഇടി, കിൻ്റൽ ഇടി. പൃഥ്വിരാജിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ പറഞ്ഞ പോലെയൊക്കെ സ്മഗ്ലിങ് സംഭവങ്ങളൊക്കെ തന്നെ അതുപോലെ പോകുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ളതാണ്. പിന്നെ ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു ഇവരിറങ്ങിയ സമയത്ത്. അല്പം ബോറായി പോയി എന്ന് തോന്നിയ ഒരു പാട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര ഇതൊന്നുമില്ല. അത് ആ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അത് നമുക്ക് കേച്ച് ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമുള്ള പാട്ടല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. പടം കൊള്ളാം. പിന്നെ കുറച്ച് ഇഴച്ചിലുള്ളത് പോലെ തോന്നി. പക്ഷേ അത് ആ ഒരു എന്താണ് സ്ലോമോ വരുന്ന സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനമൊക്കെ ആവാറായപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ട്വിസ്റ്റൊന്നുമില്ല, സാധാരണ ഒരു പടമാണ് എന്നുള്ളത് വിചാരിച്ചു. അടിപൊളി ട്വിസ്റ്റുകളുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരും ഉണ്ട്, വിചാരിച്ച ആളും ഉണ്ട്, വിചാരിക്കാത്ത ആൾക്കാരും ഉണ്ട്. ദയവ് ചെയ്ത് ആരും എടുത്ത് ഇതൊന്ന് സ്റ്റോറി ഒന്നും ഇട്ട് കളയല്ലേ. ഞാനിന്ന് സിനിമയ്ക്ക് ഇരുന്നപ്പോഴും കണ്ടതാണ് കുറേ പേര് ഫോട്ടോ എടുക്കുന്നതും സ്റ്റോറി അപ്പോൾ തന്നെ ആക്കുന്നതും. അങ്ങനെ എന്തായാലും എല്ലാവരും പോയി കാണണം. അത് ഇടി മാത്രം പ്രതീക്ഷിച്ച് പോയാൽ, കഥയോ സ്റ്റോറിയോ ഒന്നും ആലോചിച്ച് പോകണ്ട. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കിണുക്കാച്ച് ഇടിപ്പടം, അങ്ങനെ തന്നെ പറയാം. ഞാൻ അന്ന് വിശ്വനാഥിൻ്റെ പറഞ്ഞപ്പോഴത്തേനും അത് വേറൊരു ജനർ. ഇതിങ്ങനെ ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഓരോ മോഡുലേഷൻ അതിൽ കാണിക്കുന്നുണ്ട്. രഞ്ജി പണിക്കറിൻ്റെ അത് എടുത്ത് പറയണം കേട്ടോ. രഞ്ജി പണിക്കർ അടിപൊളിയായിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു രഞ്ജി പണിക്കറിൻ്റെ. പൃഥ്വിരാജ് പറയണ്ട, പൃഥ്വിരാജിനെ പറ്റി പറയാനില്ല. അടിപൊളിയാണ് പുള്ളിയുടെ ക്യാരക്ടർ. ഏത് ക്യാരക്ടർ കിട്ടുമോ പുള്ളി അതേപോലെ ആയിക്കളയും. ഇടയ്ക്ക് ഒരു ഇതിന് പറഞ്ഞ കേട്ടില്ലേ, മറ്റേ ഇന്ന ക്യാരക്ടർ കിട്ടുമ്പോൾ അതിനനുസരിച്ച് മാറുന്ന ഒരു പുള്ളി മെഷീനാണെന്നൊക്കെ തോന്നിപ്പോവും. അടിപൊളി, പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. വേറെ എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഇടിപ്പടം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല, അതാ അല്ലായിരുന്നെങ്കിൽ ഞാൻ പറയാൻ. എന്താണ് ആ ട്വിസ്റ്റുകളും കാര്യങ്ങളും പോയി തന്നെ കാണണം. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ച് പ്രതീക്ഷിച്ച ആളൊന്നും വരത്തില്ല എന്നൊക്കെ വിചാരിച്ച്. ചുമ്മാ എന്താണ് അടുത്തിന് സെക്കൻഡ് പാർട്ടിലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും എന്താണ് ഞാൻ വിചാരിച്ച സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇനി വരുന്നത് കാര്യങ്ങൾ കാണിക്കുന്നത്. പക്ഷേ വന്ന ഒരു 5-10 മിനിറ്റ് പ്രതീക്ഷിച്ച ആളും കാണിച്ച്, പ്രതീക്ഷിക്കാത്ത ആളും കാണിച്ച്, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഇതിൽ വില്ലൻ ഉണ്ടല്ലോ, നമ്മുടെ കത്തി സിനിമയുള്ള, തമിഴ് വിജയുടെ കത്തി സിനിമയുള്ള വില്ലനാണ് ഇതിൽ വന്നിട്ടുള്ള. പുള്ളിക്ക് സൗണ്ട് കൊടുത്ത ആരായാലും അടിപൊളിയായിരുന്നു. കറക്റ്റ് പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു പുള്ളിയുടെ. അതുപോലെ പുള്ളിയുടെ സ്വാഗും അടിപൊളിയായിരുന്നു. നടത്തമായിരുന്നാലും ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിലുള്ള ഒരു സ്ലോമോ ഒരു ഇതൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. അപ്പം അടുത്ത് നമ്മൾ എന്ന് കാണും? അടുത്ത് നാളെ നിവിൻ്റെ പടം ഇറങ്ങുന്നുണ്ടല്ലേ. നിൻ്റെ പടം നോക്കിയിട്ട് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ 26 ടോക്സിക്, അതും ഇടിപ്പടമായിരിക്കും. പിന്നെ നമുക്ക് നോക്കാം, അതെന്താണ് നോക്കാം. അപ്പോൾ ശരി, കാണാം.